हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔസുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രേക്ഷകരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേക്ഷകരെ, ഇന്ന് ഏപ്രിൽ 4, 2026 ശനിയാഴ്ച. ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMT അനുസരിച്ച് ഇപ്പോൾ വൈകുന്നേരം 4:30 മണിയാണ്. പ്രേക്ഷകരെ, ഇത് പ്രോഗ്രാം രാഹയുടെ സമയമാണ്. പ്രേക്ഷകരെ, കാദ്യാൻ ദാറുൽ അമലിൽ നിന്ന് നടക്കുന്ന ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാം അത് 4 എപ്പിസോഡുള്ളതാണ്. അതോടൊപ്പം ഞാൻ നിങ്ങളെ സന്നിധിയിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇത് അവസാനത്തെ എപ്പിസോഡാണിത്. ഈ പരിപൂർണ സീരീസിൽ ദൈവിക ഗുണങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ പ്രകടനത്തെ സംബന്ധിച്ചും ഞങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ പ്രോഗ്രാം രാഹുദ ലൈവിനോടൊപ്പം തന്നെ ഒരു ഇൻറ്ററാക്റ്റീവ് പ്രോഗ്രാം കൂടിയാണ്. അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് ചോദ്യങ്ങൾ മുഖേന നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ഇവിടെ സ്റ്റുഡിയോയിൽ ഉള്ള പണ്ഡിതന്മാരിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാം മുഖേന നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് ടെലിവിഷൻ സ്ക്രീനിലുള്ള കോൺടാക്റ്റിലൂടെ അവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ്, ഫാക്സ് മെസ്സേജ്, അതുപോലെ ഇമെയിൽ മുഖേനയും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ എന്നോടൊപ്പമുള്ള പണ്ഡിതന്മാർ അവരെ ഞാൻ പരിചയപ്പെടുത്താം. മുഹ്തറം മൗലാന മൻസൂർ അഹമ്മദ് സാബ് മസ്റൂർ, അതുപോലെ തന്നെ മുക്കറം മൗലാന അത്തൽ മുജീദ് സാഹിബ് ഇന്ന് എന്നോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. ഞാൻ ഇവർ രണ്ടുപേരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകരെ, മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ തൃപ്തി എന്ന് പറയുന്നത് അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിലാണോ ഒളിഞ്ഞുകിടക്കുന്നത്? ഈ ഒരു ഹൃദയത്തോടു കൂടി നമുക്കൊരു സെമിയും ബസീറും ഖാദിറും ആയ ഒരു ദൈവമുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ എളുപ്പമായി തീരും. സേവിത ഗുണങ്ങളെക്കുറിച്ചുള്ള അറിവ്, അത് അള്ളാഹുവിനോടുള്ള സ്നേഹവും അവനോട് തവക്കുൽ ചെയ്യുന്നതിലും നമ്മളെ കൊണ്ടെത്തിക്കുന്നു. പ്രേക്ഷകരെ, ഇന്നത്തെ ഈ ഒരു ബോധത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഒന്നാണ്. ആദ്യ ചോദ്യം മൻസൂർ അഹമ്മദ് സാഹിബിനോടാണ്. അള്ളാഹുവിൻ്റെ സിഫത്ത് ഹലീം, അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ സിഫത്തിന് മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നത് എങ്ങനെയാണ്? അതിനെ സംബന്ധിച്ച് പ്രേക്ഷകരെ കുറച്ച് മനസ്സിലാക്കി കൊടുത്താലും. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ജസാക്കുമുല്ലാ. നസ്റുല്ല സാഹിബ്, താങ്കൾ ചോദിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ സിഫത്ത്, അത് ഹലീമ എന്ന സിഫത്ത്, അതിൻ്റെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് എന്ത് സ്വാധീനമാണ് മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്നത്? ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ സിഫത്ത് ഹലീം എന്നുള്ളത് അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരു അർത്ഥമെന്ന് പറയുന്നത് മറക്കുന്നവൻ, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ. മറ്റൊരു ഉദ്ദേശം ആവേശത്തോടല്ലാതെ പ്രവർത്തിക്കണം, അതായത് വളരെ ക്ഷമയോട് കൂടിയിട്ട് സഹനത്തോടുകൂടി പ്രവർത്തിക്കുന്നവൻ. അതായത് പെട്ടെന്ന് ഉടനെ തന്നെ ആവേശം കൊണ്ടുകൊണ്ട് അന്ധമായ കാര്യം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് യുക്തി, ബോധം, അതുപോലെ തന്നെ വിവേകബോധം. ഈ അർത്ഥങ്ങൾ കൊണ്ടതിന് ഇത് ഞാൻ വിവരിക്കാം. അതായത് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ടല്ലോ, മറക്കുക എന്നുള്ള അർത്ഥമുണ്ടല്ലോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു പാപങ്ങൾ കാണുന്നു, അക്രമങ്ങൾ കാണുന്നു, എന്നാലും അവന് ഉടനെ തന്നെ അതിനെ ശിക്ഷിക്കുന്നില്ല, ഉടനെ തന്നെ അവൻ ശിക്ഷ നൽകുന്നില്ല, അവരെ പിടികൂടുന്നില്ല, ഉടനെ തന്നെ ശിക്ഷ അവർക്ക് വേണ്ടി ഇറക്കുന്നില്ല. ഈ ഒരു ഉദ്ദേശം, അതായത് വളരെ ക്ഷമയോട് കൂടിയിട്ട് സഹനത്തോടുകൂടി പ്രവർത്തിക്കുന്ന എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ആവേശം കാണിക്കാതെ
കോപം കാണിക്കാതെ പ്രവർത്തിക്കുന്നവൻ എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഉടനെ തന്നെ ദ്രുതഗതിയിൽ ശിക്ഷ പിടികൂടുന്നില്ല. മനുഷ്യൻ്റെ പാപങ്ങൾ കണ്ടുകൊണ്ട്, അവൻ്റെ അക്രമങ്ങൾ കണ്ടുകൊണ്ട് അവനെ ഉടനെ തന്നെ പിടികൂടുന്നില്ല. മറിച്ച് അത് അവനെ നശിപ്പിക്കുന്ന രീതിയിൽ അവനെ പിടികൂടുന്നില്ല, അവനെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ. മറിച്ച് അവൻ സമയം നൽകുന്നു. ഹലീമായ ദൈവം അവൻ സമയം നൽകുന്നു, ജനങ്ങൾക്ക് അവസരം നൽകുന്നു. അവർ പരിഷ്കരണം ചെയ്ത് നടത്തുന്നതിന് വേണ്ടി, അവർ നല്ലവരായി തീരുന്നതിന് വേണ്ടി ഉടനെ തന്നെ ശിക്ഷ നൽകാതിരിക്കുക എന്നുള്ളത്, അവർക്ക് സമയം നൽകുക എന്നുള്ളത് ഇതൊരു യുക്തിരഹിതമായ സംഗതിയല്ല. മറിച്ച് ഇത് അള്ളാഹുവിൻ്റെ ഹലീം എന്നുള്ള സിഫത്ത് ഞാൻ പറഞ്ഞതുപോലെ അത് യുക്തിബോധമുള്ളവൻ, അറിവുള്ളവൻ, യുക്തിബോധമുള്ളവൻ, ബുദ്ധിയുള്ളവൻ എന്നുള്ളത്. അള്ളാഹു സമയം നൽകുന്നത് മനുഷ്യനെ പരിശീലിക്കുന്നതിന് വേണ്ടി, പരിഷ്കാരം നടത്തുന്നതിന് വേണ്ടി. അത് യുക്തിയുടെ കാര്യങ്ങളുമാണ്, അല്ലാണ്ട് യുക്തിരഹിതമായ സംഗതിയല്ല. നാം കാണുന്നു, മാതാപിതാക്കൾ കുട്ടികളുടെ കുസൃതികൾ കാണുമ്പോൾ അവർക്ക് സമയം നൽകുന്നു, വിട്ടുവീഴ്ച ചെയ്യുന്നു. അതുപോലെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികൾക്ക് സമയം നൽകുന്നു. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സർക്കാരും കുറ്റവാളികൾക്ക് ഇങ്ങനെ സമയം നൽകാറുണ്ട്. അവർക്കെല്ലാം അറിയാം ആരെങ്ങനെയുള്ളതാണ് എന്താണെന്നൊക്കെ. അവരുടെ നോട്ടമുണ്ടാവും അവരുടെ മേൽ. എന്നാലും അവരെല്ലാം കാണുന്നുണ്ടാവും. പക്ഷേ അവർക്ക് എന്നാൽ അതേസമയം സന്ദർഭം വരുമ്പോൾ അവർ പിടികൂടുകയും ചെയ്യും, ശിക്ഷ നൽകുകയും ചെയ്യും. അവർക്ക് ശിക്ഷ നൽകിക്കൊണ്ട് അവരെ തടവിലാക്കുന്നു. അള്ളാഹുവിൻ്റെ സിഫത്ത് ഹലീം എന്നുള്ള അത് മനുഷ്യ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത്? അത് വലിയൊരു സ്വാധീനം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞതുപോലെ, പരാമർശിക്കപ്പെട്ടതുപോലെ മനുഷ്യന് അവസരം ലഭിക്കുന്നു അവന് ചിന്തിക്കാനും തൻ്റെ പരിഷ്കരണം നടത്താനും നല്ലവനായി തീരാനും നല്ല സന്മാർഗത്തിൽ ചരിക്കാനുമുള്ള സമയം. അള്ളാഹു അവസരം നൽകിയിട്ടില്ല എങ്കിൽ, സമയം നൽകിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ അവനക്ക് തിരിച്ചു വരാനുള്ള മറ്റൊരു മാർഗമുണ്ടായിരുന്നു. മനുഷ്യൻ ദുർബലനാണ്, അവനിൽ നിന്ന് തെറ്റുകളൊക്കെ സംഭവിക്കും. ഇത് അള്ളാഹു ഇങ്ങനെ സമയം നൽകുക എന്നുള്ളത് വാസ്തവത്തിൽ മനുഷ്യന് തിരിച്ചു പോകാനുള്ള മാർഗമാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരുപാട് കള്ളന്മാരും വ്യഭിചാരികളും അവർ പിന്നീട് കുത്തുബും അബ്ദാലുകായി തീരുകയുണ്ടായിട്ടുണ്ട്. അവരെങ്ങനെയാണ് ആ കുത്തുബും അബ്ദാലുകായി തീരുന്നത് എന്തെന്നാൽ അള്ളാഹുവിൻ്റെ ഹലീം സിഫത്തിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവർ തങ്ങൾ പരിഷ്കരണം നടത്തുകയും. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുറ്റവാളി രണ്ട് തരത്തിലുണ്ട്. ഒരു കുറ്റവാളി എന്ന് പറയുന്നത് അതിക്രമത്തിൽ പരിധി ലംഘിച്ചവരല്ല. അവരുടെ അക്കീദ എന്താണെങ്കിൽ തന്നെ, അവരെത്ര തന്നെ വഴികേടിലാണെങ്കിലും തന്നെ, എന്നാൽ അവർ അതിക്രമം ചെയ്യുന്നില്ല എങ്കിൽ ഹലീമായ ദൈവം അവരെ ഈ ഭൂമിയിൽ നിന്ന് അവരെ ശിക്ഷിക്കുന്നതല്ല. അവരോട് ചോദിക്കുന്നത് പരലോകത്ത് വെച്ചായിരിക്കും. അള്ളാഹു ഉടനെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ശിക്ഷ നൽകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ മനുഷ്യവർഗം തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. കാരണം എല്ലാവരും തൻ്റെ പാപങ്ങളിൽ ശിക്ഷ ഭൂമിയിൽ തന്നെ മനുഷ്യനില്ലാതായിപ്പോവും. അള്ളാഹു പറയുന്നു, വലാ യുആഖിസുല്ലാഹു നാസ ബിസുൽമിഹിം മാ തറക അലൈഹിം മിൻ ദാബത്തിൻ. അള്ളാഹു ജനങ്ങളുടെ പാപങ്ങൾക്ക് ഉടനെ ശിക്ഷ നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു മനുഷ്യൻ രക്ഷ ഉണ്ടാകും. ഭൂമിയിൽ ഒരു ജീവി പോലും അവശേഷിക്കുമായിരുന്നില്ല, എല്ലാം നശിച്ചുടങ്ങി തന്നെ. ആകയാൽ അള്ളാഹു വാസ്തവത്തിൽ പരിഷ്കരണമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ഉടനെ ശീഘ്രഗതിയിൽ ശിക്ഷ നൽകാത്തത്. അവൻ ആഗ്രഹിക്കുന്നു മനുഷ്യൻ നല്ലവനായി തീരണം, അവന് പരിഷ്കരണം സംഭവിക്കണം എന്നുള്ളതാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അവൻ നിർബന്ധപൂർവം ആരെയും അവൻ നല്ലതിന് തീയതും മാർഗം അവൻ പറഞ്ഞു ആരാണോ ആർക്ക് വേണമെങ്കിലും സന്മാർഗത്തിലോ ചീത്ത മാർഗത്തിലോ നടക്കാവുന്നതാണ്. എന്തെന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷാരക്ഷയുടെ ആ സംവിധാനം അത് നടക്കാൻ ആരെങ്കിലും നിർബന്ധപൂർവ്വം നല്ലവനാക്കിയാൽ പിന്നെ അവന് ഇനാമ് നൽകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു നിർബന്ധിച്ചാരും നല്ലവനാണ് ആഗ്രഹിക്കുന്നത്. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിൻ്റെ നിയമം കഠിനമായിരുന്നുവെങ്കിൽ ഓരോ വ്യഭിചാരിയുടെ മേലിലും തീ വീണിട്ടുണ്ടായിരുന്നെങ്കിലോ, ഓരോ കള്ളൻ്റെയും
കൈകൾ അത് അറ്റുവിന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ധിക്കാരിയും അത് അവന് ദൈവത്തെ നിഷേധിക്കുന്ന അവന് പ്ലേഗ് വന്ന് നശിച്ചു പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരാഴ്ച തികയുന്ന മുമ്പ് തന്നെ എല്ലാവരും നന്മയുടെ പുതപ്പ് അണിഞ്ഞേനെ. എന്നാൽ അള്ളാഹുവിൻ്റെ നിയമം ഇതല്ല. അവൻ ആരെയും നിർബന്ധപൂർവം നല്ലവനാക്കാൻ ആഗ്രഹിക്കുന്നല്ല. മനുഷ്യൻ അള്ളാഹുവിൻ്റെ സിഫത്ത് ഹലീം എന്ന അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ലവനാണ് തീരുന്നുവെങ്കിൽ അവൻ ആകാവുന്നതാണ്. അള്ളാഹു എന്തുകൊണ്ടാണ് സമയം നൽകുന്നത്? അതുകൊണ്ടും ഒരു മറുപടി വന്നിട്ടുള്ളത് ആ സമയം പ്രയോജനപ്പെടുത്തി നല്ലവനായി തീരുക എന്നുള്ളതാണ്. അള്ളാഹു സമയം നൽകുന്നത് അള്ളാഹു തന്നെ പറയുന്നു, ഖുലിഖൽ ഇൻസാനു സൈഫ, മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അറബിയിലെ ഒരു പ്രയോഗമുണ്ട്, അൽ ഇൻസാനു മുറക്കബുൻ ബൽ ഖത്താ വൽ ഇൻസാൻ, മനുഷ്യൻ തെറ്റിൻ്റെയും ഒരു മൂർത്തിമത് ഭാവമാണ്. അവനിൽ നിന്ന് അബദ്ധങ്ങളും പിഴവുകളും അവനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അവനെ ഉപദേശിക്കുകയാണെങ്കിൽ അവൻ ആ ഉപദേശം സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു അവന് സമയം നൽകുന്നത്. അത് മറ്റൊരു കാരണം കൂടിയുണ്ട്, ആ ന്യായപൂർത്തീകരണം സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ്. ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊന്നും അറിയാത്ത ആളുകളുണ്ട്, മതം എന്താണെന്ന് അറിയാത്തവരുണ്ട്. ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് തെറ്റായ കാര്യങ്ങളാണ് അവൾ അറിയുന്നത് തന്നെ. പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്, ഹുസൂർ തൻ്റെ പ്രഭാഷണം പൂർത്തിയാക്കുമ്പോൾ ശ്രോതാക്കൾ പറയാറുണ്ട്, മറ്റ് ഇതര മതത്തിലെ ആളുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, അവർ പറയുന്നു ഇതാണോ ഇസ്ലാം എന്ന് പറയാം. ഇതാണ് ഇസ്ലാം. നമുക്ക് ഇതിൽ നിന്ന് ഒരു പ്രശ്നവുമില്ല, നമുക്കിതിലൊരു പ്രശ്നവും നമ്മൾ കാണുന്നില്ല. നമ്മൾ മനസ്സിലാക്കിയിരുന്നത് തെറ്റായിരുന്നു. ഒരു വലിയൊരു ആളുകൾക്ക് ഇതിന് അറിയാത്തവരായിട്ടുണ്ട്. അവർക്ക് അറിയുന്നത് തെറ്റായ കാര്യങ്ങളാണ് അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് അവർക്ക് അറിവുള്ളത്. അതുകൊണ്ട് അള്ളാഹു അവർക്ക് സമയം നൽകുന്നു. അവർ ചിന്തിച്ച് മനസ്സിലാക്കുകയും അന്വേഷിക്കുകയും ശരിയായ മാർഗം അവർ സ്വായത്തമാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഞാൻ പറയട്ടെ, അള്ളാഹുവിൻ്റെ സിഫത്ത് ഏറ്റവും കൂടുതൽ അവലംബിക്കുന്നവർ അമ്പിയാക്കളാണ്, പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമയാണ് ഏറ്റവും അധികം നബി സല്ലല്ലാഹു തിരുമയുടെ സിഫത്തിൻ്റെ ഈ ഗ്രാഹ്യം ഉണ്ടായിരുന്നത്. തിരുമേനി തൻ്റെ സത്തയിലും അസ്തിത്വത്തിലും അത് പ്രകാശിപ്പിക്കുകയുണ്ടായി. തിരുമേനി ഈ എത്രമാത്രം ഹലീമായിരുന്നു. ഇത് സംബന്ധിച്ചൊരു ഹദീസ് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഒരു വലിയൊരു ഹദീസാണ്, ഞാൻ ചുരുക്കത്തിൽ പറയാം. ഒരു സന്ദർഭത്തിൽ ഒരു യഹൂദി പണ്ഡിതൻ, സയ്യിദ് ബിൻ സാന എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം നബി സല്ലല്ലാഹു തിരുമേനിയുടെ സംവിധത്തിൽ വന്നുകൊണ്ട് തിരുമേനിയെ കാണുകയും എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു തിരുമേനിയിൽ നബുവത്തിൻ്റെ എല്ലാ അടയാളങ്ങളും ഞാൻ ദർശിക്കുകയുണ്ടാൽ, എന്നാൽ ഒരു അടയാളത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായില്ല. അത് അദ്ദേഹത്തിൻ്റെ ഹിൽമ് അദ്ദേഹത്തിൻ്റെ കോപത്തെ അതിജയിക്കുമോ എന്നുള്ളത്. ഞാൻ എത്രമാത്രം കോപിഷ്ഠനാക്കാൻ പറ്റുമോ, എത്രമാത്രം എനിക്ക് നിന്ദിക്കാൻ പറ്റുമോ, അവഹേളിക്കാൻ പറ്റുമോ, അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ആ മൃദുലത, അദ്ദേഹത്തിൻ്റെ മൃദുഭാവം പ്രകടമാകും. അങ്ങനെ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നു, ഞാൻ അതിനുള്ള തക്കം പാർത്തുകൊണ്ടിരുന്നു. ഞാൻ പറയുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ഗ്രാമീണൻ വന്നു. ആ ഗ്രാമീണൻ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്ന ഗ്രാമക്കാർ മുസ്ലിങ്ങളായി തീർന്നിരിക്കുന്നു, ഞാൻ അവരോട് നിങ്ങൾ മുസ്ലിങ്ങളായി തീരുക, നിങ്ങൾക്ക് കൂടുതൽ വലിയ റിസ്ക് കിട്ടുമെന്ന് പറയുന്നു. എന്നാൽ മഴക്കുറവ് കാരണം അവർക്ക് ക്ഷാമമുണ്ടായി. അതുകൊണ്ട് അവർ മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് അവരിലേക്ക് തിരിയുമോ എന്നെനിക്ക് ഭയമുണ്ട്. അതുകൊണ്ട് അങ്ങ് അവരെ സഹായിച്ചാലും. നബി സല്ലല്ലാഹു തിരുമേനി ഹസ്രത്ത് അലി തആല അൻഹുവിനോട് പറയുകയുണ്ടായി, നോക്കൂ, എന്തെങ്കിലും കൊടുത്തയക്കാണെങ്കിൽ കൊടുത്തയച്ചോളൂ. ഹസ്രത്ത് അലി തആല തിരിച്ചു വന്നുകൊണ്ട് അലി പറഞ്ഞു, ഇപ്പോൾ ഒരു സംഗതി ഒന്നുമില്ല, അവർക്ക് അയക്കാൻ മാത്രം ഒന്നുമില്ല. സയ്യിദ് ബിൻ സാന അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കടം തരാം, ആ കടം കൊണ്ട് അവരെ സഹായിച്ചാലും എൻ്റെ കടം എനിക്ക് പിന്നീട് നൽകിയാൽ മതി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി തിരുമേനി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചു. അങ്ങനെ കുറച്ച് ചില നബി സല്ലല്ലാഹു തിരുമേനിക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ കാലം അത് എപ്പോഴാണ് കടം തിരിച്ചടക്കേണ്ടതെന്ന് തീരുമാനിക്കപ്പെട്ടു. എന്നാൽ സമയം തീരുന്നതിന് മുമ്പ് തന്നെ സയ്യിദ് എന്നിട്ട് തിരുമേനിയുടെ പിടിക്കുന്നു.
മാറ് പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഏ മുഹമ്മദ്, നീ എൻ്റെ കടം തീർക്കില്ലേ? എനിക്ക് അബ്ദുൽ മുത്തലിബ് കടം തിരിച്ചടിക്കുന്നതിൽ വളരെ മോശക്കാരൻ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഉമർ തന്നെ പറയുന്നത്, അള്ളാഹുവിൻ്റെ ശത്രുവെ നബി സല്ലല്ലാഹു തിരുമേനിയെ ഞാൻ നിൻ്റെ തലയാണ് അടുത്ത് കളയുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു തിരുമേനി പറയുകയുണ്ടേ, അല്ലയോ ഉമർ, നിനക്ക് ഇതും പറയാമായിരുന്നല്ലേ, കടക്കാരൻ്റെ കടം തിരിച്ചടക്കൂ എന്നുള്ളത് നീ പറയാമായിരുന്നില്ലേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹിൽമായിരുന്നു. പറയുകയുണ്ടായി, നീ ആ ആദ്യത്തിന് കൊടുക്കാനുള്ള കാരൊക്കെ തിരിച്ചു കൊടുത്താലും 20 സേർ കൂടുതൽ കൊടുത്താലും. അങ്ങനെ നിർദ്ദേശം പാലിക്കപ്പെട്ടു. ഉമർ സൈദ് ബിൻ സന ചോദിക്കുകയുണ്ടായി, ഇതെന്തുകൊണ്ട് അധികം എന്തുകൊണ്ടാണ്? അത് ഉമർ പറയുകയുണ്ടായി, ഞാൻ താങ്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞ കാര്യമുണ്ടല്ലോ, തിരുമേനിയെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ തലയെടുത്തേനെ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അസർ ഉമറിനോട് ചോദിക്കുകയുണ്ട്, എന്നെ അറിയുമോ എന്ന് ചോദിക്കണ്ടേ? അപ്പോൾ ഇല്ല, എനിക്കറിയില്ല, ഞാൻ സൈദ് ബിൻ സാനയാണ്. അത് ഉമർ തള്ള, ആ യഹൂദി പണ്ഡിതനായിരുന്നില്ലേ താങ്കൾ? അതെ 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 അതെ. അത് ഉമർ തആല അൻഹു പറയുകയുണ്ടായി, എന്നെ ഇത്ര വലിയ പണ്ഡിതനായിട്ടും ഈ ഒരു പ്രവൃത്തി, ഇങ്ങനെ ഒരു അവഹേളനം ചെയ്തു. അങ്ങനെ സൈദ് ബിൻ സാന തൻ്റെ ആ വിവരം മുൻ പറയുകയുണ്ടായി, ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്, അള്ളാഹുവിനെ റബ്ബായി ഞാൻ കാണുന്നു, മുഹമ്മദിനെ അവൻ്റെ ദൂതനായി കണക്കാക്കുന്നു. ഇസ്ലാം സ്വീകരിക്കുകയും അദ്ദേഹം എൻ്റെ സ്വത്തിലെ പകുതി ഞാൻ ഇസ്ലാമിൻ്റെ സേവനത്തിനായി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഖലീഫത്ത് മസീഹ് ഖാമിസ് സല്ലല്ലാഹു ബിൻ അസീസ് അള്ളാഹുവിൻ്റെ സിഫത്ത് ഹലീമിനെ കുറിച്ച് ഖുതുബകൾ നൽകിയുണ്ടായി. അതിൽ ഒരു ഖുതുബ, ആ ഖുതുബയിൽ ഈ ഹദീസ് വിവരിക്കുന്നുണ്ട്. എന്നിട്ട് അതായത് സയ്യിദ് ബിൻ സാന വിശ്വസിച്ചതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം യുദ്ധങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. തബൂക്ക് യുദ്ധത്തിലും പങ്കെടുത്തു. തബൂക്ക് യുദ്ധത്തിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം വഫാത്താവുകയാണ് ഉണ്ടായത്. ഇതാണ് ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ അടുത്ത ചോദ്യം മൗലാന അത്താഉൽ മുജീബ് ലോൺ സാഹിബിനോടാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും പരാമർശിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണമായ സമീപസ്ഥൻ എന്നതിനെക്കുറിച്ച് കൂടുതലൊന്ന് വിശദമാക്കിയാലും. ജസാക്കുമുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ഹദീസ് ഖുദ്സി ഉണ്ട്. അതിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറയുന്നു, കുൻതു കൻസൻ മഖ്ഫിയൻ ഫ അറത്തു അൻ ഉറഫ ഫ ഖലഖ്തു ആദമ. അള്ളാഹു പറയുന്നു ഈ ഹദീസ് ഖുദ്സിയിൽ, ഞാൻ ഒരു മറഞ്ഞിരിക്കുന്ന ഖജനാവായിരുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ പരിചയപ്പെടണമെന്ന്, അതുകൊണ്ട് ഞാൻ ആദമിനെ സൃഷ്ടിച്ചു. ഈ ഹദീസ് ഖുദ്സിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അസ്തിത്വത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്, അവനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവൻ്റെ ആരാധനയോടുള്ള അവകാശങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വം നമ്മുടെ പ്രത്യക്ഷമായിട്ടുള്ള കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സന്ദർഭത്തിൽ പറയുന്നു, അള്ളാഹുവിൻ്റെ അസ്തിത്വം അത് അങ്ങേറ്റം മറഞ്ഞിരിക്കുന്നതാണ്, അതിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ കണ്ടെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലേക്ക് നമ്മുടെ ഉൾക്കാഴ്ച, നമ്മുടെ ബുദ്ധി അതിന് എത്തിപ്പെടാൻ സാധിക്കില്ല, മനസ്സിലാക്കാൻ സാധിക്കില്ല. അള്ളാഹു സ്വയം നമുക്ക് അവൻ്റെ ജ്ഞാനം നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ആ ഒരു ദൈവിക ജ്ഞാനം അള്ളാഹു നമുക്ക് നൽകുന്ന അത് ബുദ്ധി മൂലമല്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം ഇത് സംബന്ധിച്ച് പറയുന്നു, ബുദ്ധി കൊണ്ട് കുറച്ച് സഹായം ലഭിക്കും, ബുദ്ധി ഉണ്ടായിരിക്കണം, അത് നമുക്ക് അള്ളാഹു ഉണ്ടായിരിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വം ഉണ്ടായിരിക്കും, എന്നാൽ യഥാർത്ഥത്തിൽ അവൻ ഉണ്ട്, ഇത് ബുദ്ധിക്ക് പറയാൻ സാധ്യമല്ല. ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? യഥാർത്ഥത്തിൽ അള്ളാഹു ഉണ്ട് എന്നുള്ള രീതിയിൽ. അതിനെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ അള്ളാഹുവിൻ്റെ തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനം ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി, തന്നെ തിരിച്ചറിയുന്നതിന് വേണ്ടി അവൻ തൻ്റെ പ്രവാചകരെ അയക്കുന്നു. ഈ പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് അയക്കുന്നത് തൻ്റെ സവിശേഷ ഗുണങ്ങളുടെ പ്രതിരൂപമായിട്ടാണ്. അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളുടെ ഒരു പ്രത്യക്ഷമാണ്
അഭിപ്രാജാക്കന്മാരുടെ ആഗമനം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പ്രവാചകനെ സംബന്ധിച്ച് ഈ ഒരു സമൂഹമാണ് അള്ളാഹുവിൻ്റെ പ്രതിരൂപം. അത് മുഖേനയാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വം, ആ അങ്ങേയറ്റം അതിസൂക്ഷ്മമായ, അങ്ങേയറ്റം മറഞ്ഞിരിക്കുന്ന ആ അള്ളാഹുവിൻ്റെ അസ്തിത്വം അത് വെളിപ്പെടുന്നത് എന്നും അവൻ അറിഞ്ഞിരിക്കുന്ന ഒരു ഖജനാവാണ്. ആദിസ് കുസുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മറഞ്ഞിരിക്കുന്ന ഒരു ഖജനാവാണ്. അവൻ്റെ പേര് അള്ളാഹു എന്നാണ്. പ്രവാചകൻ മൂലമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ പ്രവാചകന്മാരുടെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെയെന്നാൽ പ്രവാചകന്മാരിലൂടെ അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളുടെ വെളിപ്പെടൽ ഉണ്ടാവുന്നു. അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നു. തൽഫലമായി മനുഷ്യൻ അള്ളാഹുവിനെ തിരിച്ചറിയുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ സവിശേഷങ്ങളുടെ 2 വിഭാഗങ്ങളെ കുറിച്ചാണ്. ഒന്ന് തിഫാസ് തൻസീഹ് എന്ന് പറയുന്നു. അതായത് അതിൽ അസ്ലാം പറയുന്നു, അതിൽ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഒരു സാമ്യം ഉണ്ടാകാൻ സാധ്യമല്ല. അള്ളാഹുമായി അത് അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളാൽ അത് മനുഷ്യന് ഒരിക്കലും അത് പങ്കുചേരാൻ സാധ്യമല്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിലുള്ളത് അതിൽ തഷ്ബീഹ സിഫാത്ത് തഷ്ബീഹ് എന്ന് പറയുന്നു. ഈ സവിശേഷ ഗുണങ്ങൾ മനുഷ്യന് സ്വാംശീകരിക്കാൻ സാധിക്കുന്നതാണ്, മനുഷ്യന് വെളിപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അവരുടെ പദവി അനുസരിച്ച്, സ്ഥാനമനുസരിച്ച്. അതുകൊണ്ട് അവർക്ക് അത് തന്നിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പ്രവാചകന്മാരുടെ പദവി ഏറ്റവും ഉന്നതമാണ്. അവർ ആ സവിശേഷ ഗുണങ്ങളുടെ ഉന്നതയിലാകുന്നു. അവരുടെ എത്രത്തോളം അവർക്ക് കഴിവും പ്രാപ്തി ഉണ്ടോ അതിനനുസരിച്ചുകൊണ്ട്, ആത്മീയ പദവി അനുസരിച്ചുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ആ സവിശേഷ ഗുണങ്ങൾ അവർക്ക് പ്രകടിപ്പിക്കാൻ അതിൻ്റെ പ്രതിരൂപമായി തീരാൻ സാധിക്കുന്നതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനവർ വെളിപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇതിനുശേഷം ഞാൻ സമീപസ്ഥൻ എന്നുള്ള വിശേഷ ഗുണത്തെ പറഞ്ഞു. വളരെ പല വിശേഷ ഗുണങ്ങളുടെ വെളിപ്പെടലും പ്രവാചകന്മാർ മുഖേന ഉണ്ടായിട്ടുണ്ട്. അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഉദ്ദേശം. അതിലൊരു സവിശേഷ ഗുണം സമീപസ്ഥൻ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളിലും ഖലീഫമാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈ സവിശേഷ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ബഖറയിലൊരു ആയത്ത് അള്ളാഹു അതിൽ പറയുന്നു, വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇസാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലകും യർഷുദൂൻ. ഈ ആയത്തിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹു പറയുന്നു തൻ്റെ സിഫത്തെ കരീബ് എന്നെ സംബന്ധിച്ച്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അഭിസംബോധന ചെയ്ത് പറയുന്നുണ്ട്, നിന്നോട് എൻ്റെ ദാസരെ എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ, എൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നീ അവരോട് പറയുക, ഞാൻ വളരെ സമീപസ്ഥനാണ്. അതിൻ്റെ അടയാളം എന്താണ് ആയിട്ട് പറയുന്നു, ഇസാ ദാനി, അവർ എന്നോട് ദുആ ചെയ്യുമ്പോൾ, മുദീബു ദഅവത്തായി ഉജീബു ദഅവത്തായി, ഞാൻ ആ ദുആകളെ സ്വീകരിക്കുന്നു, അർത്ഥനകളെ സ്വീകരിക്കുന്നു. അവരെന്നെ വിളിക്കുമ്പോൾ, എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിനെ സ്വീകരിക്കുന്നു, അതിനെ കേൾക്കുന്നു. എൻ്റെ സമീപസ്ഥനാണെന്നുള്ളതിന് ആ സവിശേഷ ഗുണങ്ങളെക്കുറിച്ച് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ആയത്തിൽ ഇതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അതായത് ഞാൻ മനുഷ്യരുടെ ജീവനാടിയേക്കാളും അടുത്തതാണ്. അത്രയധികം സമീപസ്ഥനാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വം നമ്മുടെ മനുഷ്യനുമായിട്ട്. മനുഷ്യൻ്റെ മറ്റൊരു ഭൗതിക സാധനം മനുഷ്യൻ്റെ അത്രയും അടുത്തുണ്ടാവില്ല, അള്ളാഹുവിൻ്റെതാണ് ഏറ്റവും അടുത്തുള്ളത്. അതിനൊരു മിസാൽ, ഒരു ഉദാഹരണമായിട്ട് അള്ളാഹു പറയുന്നു, അവരുടെ നാടി ഞരമ്പുകളേക്കാൾ, അതിനേക്കാൾ ഞാൻ അടുത്താണ്. അതിനേക്കാൾ സമീപസ്ഥ മനസ്സിൽ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു എത്രത്തോളമാണ് മനുഷ്യൻ അള്ളാഹു അടുത്തുള്ളതെന്ന്. മറ്റൊരു ആയത്തിൽ വിശുദ്ധ ഖുർആനിൽ വരുന്നു, ഇന്ന റബ്ബി ഖരീബും മുജീബ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ ഈ ആയത്ത് പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് പറയുന്നു, നിശ്ചയമായും എൻ്റെ റബ്ബ് വളരെ സമീപസ്ഥനാവുന്നു, മുജീബാണ്, അതായത് ദുആകളെ കേൾക്കുന്നവനാണ്. ഇവിടെയും അതേ വിഷയം തന്നെയാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സമീപസ്ഥനാണെന്നുള്ള അടയാളം അവൻ മുജീബാണ്, അതായത് ദുആകളെ സ്വീകരിക്കുന്നവനാണ്. ഇത് വിശുദ്ധ ഖുർആന്റെ ചില ആയത്തുകളാണ്. ഇനി ഹദീസിനെ താങ്കൾ പറഞ്ഞു, ഹദീസിലും വിവിധ സന്ദർഭങ്ങളിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഈ സിഫത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ സഹാബാക്കൾ പള്ളിയിലിരുന്ന് ദുആ ചെയ്യുകയായിരുന്നു, വളരെ ഒച്ചത്തിൽ ദുആ ചെയ്യുകയായിരുന്നു. ഇന്നും നമുക്ക് കാണാം, നമ്മുടെ
അഹമ്മദികളല്ലാതെ മറ്റ് അനഹമ്മദികളുടെ സഭകളിൽ വളരെ ഉച്ചത്തിൽ ദുആകൾ ചെയ്യുന്ന ഒരു രീതി നമുക്ക് കണ്ടുവരുന്നുണ്ട്. വളരെ ഉച്ചത്തിൽ ശബ്ദത്തിൽ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിലും ഒരു സമയത്തിൽ സഹാബാക്കൾ വളരെ ഉയർന്ന ശബ്ദത്തിൽ ദുആ ചെയ്യുകയായിരുന്നു. ഹദ്രത്ത് അബു മൂസ അശ്ശരി റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്താണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടപ്പോൾ, ഇങ്ങനെ ഉച്ചത്തിൽ ദുആ ചെയ്യുന്നത് കണ്ടപ്പോൾ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ കരുണ കാണിക്കുക. നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നത്, അതിനെ സംബന്ധിച്ച് പറയുന്നത് ഇന്നക്കും തദ്ഊന സമീഅൻ ഖരീബ. നിങ്ങൾ വിളിക്കുന്ന ആ ഒരു അസ്തിത്വം അത് വളരെയധികം കേൾക്കുന്നവനും വളരെ സമീപസ്ഥനുമാണ്, നിങ്ങളുടെ അടുത്തുള്ളവനാണ്. നിങ്ങളുടെ ജീവനാടിയേക്കാളും വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സമീപസ്ഥനാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര ഉച്ചത്തിൽ ശബ്ദത്തിൽ നിങ്ങൾ ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്ര മൗനമായി പതുക്കെ സാവധാനത്തിൽ അള്ളാഹുവിനെ വിളിക്കുന്നുവോ, അള്ളാഹു നിങ്ങളുടെ ആ വിളി അള്ളാഹു കേൾക്കുന്നതാണ്. ഇത്ര ഉച്ചത്തിൽ ചൊല്ലേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അനാ ഇൻദ സന്നി അബ്ദി ബി വ അനാ മഅഹു ഇസാ ദക്കർനി. ഞാൻ എൻ്റെ ദാസന്റെ അനുമാനത്തിനനുസരിച്ചിട്ടാണുള്ളത്. അവൻ എന്നെ സ്മരിക്കുമ്പോൾ ഞാൻ അവൻ്റെ ഒപ്പം ഉണ്ടാകും. അള്ളാഹു വളരെ ദൂരത്തിലാണെന്നല്ല, മനുഷ്യൻ അവനെ സ്മരിക്കുമ്പോൾ ദൂരത്തുനിന്ന് അവൻ അള്ളാഹു വരുന്നു എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഹദീസിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അള്ളാഹു പറയുന്നു, അവർ സ്മരിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും, അവരുടെ സമീപത്ത് തന്നെ ഉണ്ടായിരിക്കും. അവരെന്നെ വിളിക്കുമ്പോൾ ദുആ ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. മറ്റൊരു ഹദീസിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. അതായത് മനുഷ്യൻ ഏറ്റവും അടുത്ത് വരുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴായിരിക്കും. സജിദയുടെ അവസ്ഥയിൽ എന്തെല്ലാം ദുആണ് ചെയ്യുന്നുവോ അള്ളാഹു അതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് സജിദയിലെ അവസ്ഥയിൽ ധാരാളം ദുആ ചെയ്യുക. ഈ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും പരാമർശിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അള്ളാഹു മനുഷ്യന്റെ വളരെ അടുത്തുള്ളവരാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്ത് ഞാൻ പറഞ്ഞതിൽ അതിന്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിന്റെ ചില ഉദ്ധരണികൾ സംക്ഷിപ്തം പറയുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു എൻ്റെ വിശദീകരണത്തിൽ, എൻ്റെ അടുത്ത് ആണെന്നതിനുള്ള തെളിവ് ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു പറയുന്നു, ഞാൻ അടുത്തതാണെന്നുള്ള അടയാളം, തെളിവ്, ഉജീബു ദഅവത്താഇ ഇസാ ദഅൻ. ജബ് ആരെങ്കിലും മനുഷ്യൻ വളരെ അസ്വസ്ഥതയോടുകൂടി എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവൻ്റെ ദുആ സ്വീകരിക്കുന്നു. ഇത് തെളിവാണ് ഞാൻ സമീപസ്ഥനാണെന്നുള്ളതിന്. ഞാൻ ദൂരത്തുള്ളവനാണെങ്കിൽ അവൻ്റെ ആ സുജൂദ് ചെയ്യുമ്പോൾ ശബ്ദത്തിൽ ഞാൻ നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ ദൂരത്തായിരുന്നെങ്കിൽ അവൻ്റെ ഒറ്റക്കിരുന്ന് അവൻ ഇരുന്നോ നിന്നോ ചെയ്യുന്ന ആ പതിയ ദുആകളെ ഞാൻ എങ്ങനെയാണ് കേൾക്കുക? എൻ്റെ ഞാൻ കേൾക്കുന്നു എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ അവൻ്റെ സമീപസ്ഥനാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ ചിന്തിക്കരുത് അള്ളാഹു ദൂരത്താണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവൻ നിങ്ങളുടെ ജീവനാഡിയേക്കാളും അടുത്താണുള്ളത്. നിങ്ങളുടെ എല്ലാ ചലനങ്ങളും ദുആകളെയും അവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഈ ചില ഉദ്ധരണികളിൽ നിന്നും അള്ളാഹുവിൻ്റെ അസ്തിത്വം വളരെ സമീപസ്ഥമാണ്. അടുത്ത മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉദ്ധരണി ഞാൻ പറഞ്ഞത്, അതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ സമീപസ്ഥനാണെന്നുള്ളതിൻ്റെ അടയാളം. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവൻ മനുഷ്യൻ്റെ ദുആകളെ കേൾക്കുന്നു, അതിനെ സ്വീകരിക്കുന്നു, അവൻ മനുഷ്യൻ്റെ ദുആക്ക് മറുപടി പറയുന്നു. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ്റെ എല്ലാ കർമ്മങ്ങളിലും അവൻ കാണുന്നു. ദൂരത്തിരുന്നു കൊണ്ട് മനുഷ്യനിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മൂലക്ക് പോയിരിക്കുന്ന ആൾക്കും നമ്മുടെ കർമ്മങ്ങൾ കാണാത്തവനുമാണെന്നല്ല. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ അടുത്താണ്, നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ അതും ഞാൻ കാണുന്നു, തിന്മകളെയും ഞാൻ കാണുന്നു. നിങ്ങൾ പുറത്ത് ചെയ്യുന്നു, നിങ്ങൾ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ കാണുന്നു. ഇത് രണ്ട് കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഈ സിഫത്തിൽ ഉണ്ട്. അത് നമ്മുടെ ദുആകളെ കേൾക്കുന്നു, നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും അവൻ കാണുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുമ്പോൾ
നമുക്ക് ദുആയുടെ ആ സന്ദർഭം ലഭിക്കുമ്പോൾ ആ ദുആയുടെ സ്വീകരിക്കുന്ന സ്വീകാര്യത അള്ളാഹു നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാകുന്ന അനുഭവപ്പെടുന്ന മറ്റൊരു കാര്യം, നമ്മുടെ എല്ലാ കർമ്മങ്ങളും നല്ലതായിരിക്കണം. നാം എപ്പോഴും തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയത അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. തൽഫലമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുമുള്ളൂ. ജസാക്കുമുല്ലാ അഹ്സനുൽ ജസാ. പ്രേക്ഷകരെ, നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഒരു ടെലിഫോൺ കോളർ ഉണ്ട്, ജോയിൻ ചെയ്യുന്നു. മലേഷ്യയിൽ നിന്ന് ആദിൽ അഹമ്മദ് സാഹിബ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യം ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മുക്കറം ആദിൽ അഹമ്മദ് സാഹിബ്. വലൈക്കും അസ്സലാം വബറകാതുഹു. എൻ്റെ ചോദ്യം ഇതാണ്. നമുക്ക് നമ്മോട് സംസാരിക്കാൻ, അള്ളാഹു നമ്മോട് സംസാരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? അങ്ങനെ ആണെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കാനുണ്ടെങ്കിൽ എന്ത് മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ജസാക്കുമുല്ലാ. മുഹത്തറം മൗലാന മൻസൂർ അഹമ്മദ് സാഹിബിനോട് അപേക്ഷിക്കുന്നു ഈ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞാലും. ജസാക്കുമുല്ലാ ആദിൽ അഹമ്മദ് സാഹിബ്. ഇദ്ദേഹത്തിൻ്റെ ചോദ്യം, അള്ളാഹുവുമായി നമുക്ക് സംഭാഷണം നടത്താൻ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? ഇതിന് മറുപടിയായി കൊണ്ട് പറയാനുള്ളത്, അള്ളാഹുവിനോട് സംഭാഷണം നടത്താൻ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽഹാമിന് ആഗ്രഹിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ദോഷഫലങ്ങൾ ഉണ്ടാവാവുന്നതാണ്. പ്രയോജനത്തിന് പകരം നഷ്ടമുണ്ടാവാൻ സാധ്യത. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ നമ്മുടെ ഹൃദയത്തിലുണ്ടാവും, ഞാൻ എത്രമാത്രം ഈ ഭാഗത്ത് ചെയ്തു, അള്ളാഹു ഒരു ഇൽഹാം ഇതുവരെ എനിക്ക് നൽകിയില്ലല്ലോ, എന്നോട് സംസാരിച്ചില്ലല്ലോ, എനിക്ക് ദിവ്യഭാഷ നൽകില്ല. അപ്പോൾ അതൊരു നിരാശ ബോധം ഉണ്ടാവാം. വാസ്തവം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ ഇബാദത്ത്, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഈ മറ്റ് ഫർളുകൾ, അത് മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് നിർവഹിക്കുന്നു. അള്ളാഹുവിനോടും അവൻ്റെ സമസൃഷ്ടികളുമുള്ള ഹക്കുകൾ, അവകാശങ്ങൾ നിർവഹിക്കുന്നു. അതിനുശേഷം അള്ളാഹുവിൻ്റെ വല്ല ഫളലോ അനുഗ്രഹമോ വല്ല ദർശനമോ മറ്റോ ഇനി അള്ളാഹു സംസാരിച്ചാൽ തന്നെ അത് അള്ളാഹുവിൻ്റെ ഒരു ഇനാമാണ്, ഒരു അനുഗ്രഹമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഇൽഹാം ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭാഗത്ത് ചെയ്യുക അത് ശരിയല്ല. മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് ആരാധന നിർവഹിക്കുക, പിന്നീട് അള്ളാഹു എന്ത് ഇനാമാണോ, എന്ത് അനുഗ്രഹമാണോ നൽകുന്നത്, അത് അവൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഔദാര്യമായിരിക്കും, ഒരു എഹ്സാന. ഇതാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത്. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. പരിപാടി മുന്നോട്ട് നയിച്ചുകൊണ്ട് എൻ്റെ അടുത്ത ചോദ്യം മൻസൂർ അഹമ്മദ് സാഹിബിനുള്ള എനിക്ക് അടുത്ത ചോദ്യം, അള്ളാഹുവിൻ്റെ റബ്ബ് എന്ന സിഫത്ത് അത് മനുഷ്യൻ്റെ കർമ്മ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത്? ഇതിനെക്കുറിച്ച് വിശദാംശം നൽകിയാലും. ജസാക്കുമുല്ലാ. സംഗതി എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സൂറ ഫാത്തിഹയിലെ തൻ്റെ 4 ഗുണങ്ങൾ വിവരിച്ചിരിക്കുന്നു. റബ്ബ്, റഹ്മാൻ, റഹീം, മാലിക് യൗമിദ്ദീൻ എന്നിവയാണത്. ഈ 4 സിഫത്തുകൾ അത് ഉമ്മഹാത്ത് സിഫത്തുകളുടെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. സൂറ ഫാത്തിഹ ഉമ്മുൽ ഖുറാനാണ്. വിശുദ്ധ ഖുറാനിൻ്റെ സംഗ്രഹമാണ്. ഈ 4 സിഫത്തുകൾ ഇത് അള്ളാഹുവിൻ്റെ ഒരുപാട് എല്ലാ സിഫത്തുകളുടെയും സംഗ്രഹമാണ്. ഉമ്മഹാത്തു സിഫത്തുകളുടെ സംഗ്രഹം, മാതാവ്, അതിലൊരു സിഫത്താണ് റബ്ബ് എന്നുള്ളത്. റബ്ബ് എന്നതിൻ്റെ അർത്ഥം അറബിയിൽ തഫ്സീർ കബീറിൽ അത് മുസ്ലിം തആലാഹു വിവരിച്ചിട്ടുള്ളത്, ഇൻഷാ ഉഷൈഇ ഹാലൻ ഫഅലൻ ഇലാ ഹദ്ദി തമാം. ഒരു വസ്തു അതിനെ സൃഷ്ടിച്ചുകൊണ്ട്, പിന്നെ അതിനെ വളർത്തിക്കൊണ്ട്, പരിപാലിച്ചുകൊണ്ട്, അതിനെ ഘട്ടം ഘട്ടമായി അതിനെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ട് അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് റബ്ബിൻ്റെ ഉദ്ദേശത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളത് ഉൾപ്പെടുന്നു. അള്ളാഹു സൃഷ്ടിക്കുന്നു, പിന്നെ സൃഷ്ടിച്ച് കളയുകയല്ല, ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്, അതിനെ പരിപാലിക്കുന്നു, അതിനെ കാര്യങ്ങൾ വളർത്തുന്നു, അതിൻ്റെ പാരമ്യതയിലെത്തിക്കുന്നു. വിശുദ്ധ ഖുർആൻ്റെ തുടക്കത്തിൽ നിന്ന് സൂറ ഫാത്തിഹയിൽ അള്ളാഹു താൻ റബ്ബുൽ ആലമീൻ ആണെന്ന് വിളംബരപ്പെടുത്തിയിരിക്കുകയാണ്. റബ്ബുൽ ആലമീൻ എന്നതിൻ്റെ അർത്ഥം എത്രമാത്രം ലോകങ്ങളുണ്ടോ ആ ലോകങ്ങളെല്ലാം, ആ ലോകങ്ങളിലൊക്കെ എന്തൊക്കെ വസ്തുക്കളുണ്ടോ ഓരോ വസ്തുവിൻ്റെയും പരിപാലകനാണ് അവൻ.
വാസ്തവത്തിൽ ഓരോ വസ്തുവും അത് പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു, പരിവർത്തനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരവസ്ഥയിൽ അത് മാത്രം നിലകൊള്ളുന്നില്ല, മറിച്ച് താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉയർന്ന അവസ്ഥയിലേക്ക് അത് പരിവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒന്ന്, അള്ളാഹു അല്ലാതെ എല്ലാ വസ്തുവും സൃഷ്ടിയാണ്. ഏതൊരു വസ്തുവാണോ പരിവർത്തന വിധേയമായിക്കൊണ്ടിരിക്കുന്നത് അത് സൃഷ്ടിയാണ്. അതിനാൽ അള്ളാഹു അല്ലാതെ മറ്റെല്ലാ വസ്തുക്കളും അത് സൃഷ്ടികളാണ്. എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടവയാണ്. രണ്ടാമത്തെ കാര്യം നമുക്കറിയാൻ സാധിക്കുന്നത് അത് പരിവർത്തനത്തിന് പരിണാമത്തിൻ്റെ അർത്ഥം ശരിയാണ്. അതായത് താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉയർന്ന അവസ്ഥയിലേക്ക് ഓരോ വസ്തു പോകുന്ന അടിസ്ഥാന പരിണാമം ഏതാണ്ട് ശരിയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ എന്നതുകൊണ്ടുള്ള മറ്റൊരർത്ഥം മനുഷ്യൻ അനന്തമായ പുരോഗതിയിലേക്കായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു ഓരോ വസ്തുവിനെയും താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. ഈ വിഷയം അത് ശരിയായി തീരുന്നത് നമ്മൾ ഇത് അംഗീകരിക്കുമ്പോഴാണ്. അതായത് ഓരോ ദർജയ്ക്ക് ശേഷവും മറ്റൊരു ദർജയുണ്ട്, ഓരോ മക്കാമിന് ശേഷം ഓരോ പദവിക്കും ശേഷവും വേറൊരു പദവിയുണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ, മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതായത് എണ്ണമറ്റ പദവികളുണ്ട്. ആ പദവികൾക്കായിട്ടാണ്, ആ പുരോഗതികൾക്കായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അത് മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണ്? ഒരു സ്വാധീനമെന്ന് പറയുന്നത് റുബൂബിയത്ത് ദൃഢവിശ്വാസം പുലർത്തുന്ന വഴി മനുഷ്യൻ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നേടുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ അള്ളാഹുവിൻ്റെ സിഫത്തെ റുബൂബിയത്തിൽ ചിന്തിക്കുമ്പോൾ, മനനം ചെയ്യുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു റബ്ബുൽ ആലമീൻ മാനവകുലത്തോട് ഒരുപാട് എഹ്സാനുണ്ട്, ഔദാര്യമുണ്ട്. വൈൻ തഅദ്ദൂ നിഅമത്തല്ലാഹി, അല്ലാഹു പറയുന്നു ലാ തഹ്സൂഹ. അതായത് നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണാൻ തുടങ്ങിയാൽ, അവൻ്റെ എഹ്സാനുകൾ ഔദാര്യങ്ങളെ നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ അത് നിങ്ങൾക്ക് സാധ്യമല്ല. അതിനാൽ എണ്ണമറ്റ ഔദാര്യങ്ങളുടെ ഫലമായിട്ട് മനുഷ്യനെ അവൻ്റെ ഔദാര്യം ചെയ്യുന്ന വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കാതെ നിവൃത്തിയില്ലാതെ വരുന്നു. അങ്ങനെ മനുഷ്യൻ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ കൽപ്പനകൾ അവനിക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അവൻ്റെ കൽപ്പന നിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പിന്നെ അവന് പാപം ചെയ്യാൻ സാധിക്കില്ല. ഇത് മനുഷ്യൻ ജീവിതത്തിൽ ഇതാണ് മനുഷ്യ അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ സ്വാധീനം മനുഷ്യ ജീവിതത്തിൽ ചെയ്യുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീനാണ്, കാരണം എല്ലാ വസ്തുക്കളെയും അവന് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെ സയ്യിദ്നാ മുസ്ലിം തആല അൻഹു വളരെ ഒരു സാധാരണ ഉദാഹരണം നൽകിക്കൊണ്ട് പറയുകയുണ്ടായ, ഒരു കർഷകൻ ധാന്യം മുളപ്പിക്കുന്നു. അത് വെറും ധാന്യം മാത്രമാണ് മുളപ്പിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ അത് മൃഗങ്ങൾക്ക് തിന്നാൻ പറ്റുന്ന കുറച്ച് വിളയും അത് സൃഷ്ടിക്കുകയുണ്ടായി. അത് മനുഷ്യനെ തിന്നാൻ പറ്റുന്ന സാധനമായിരുന്നെങ്കിൽ അത് അവൻ കള മാത്രമാണ് അത് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഓരോ വസ്തുവിനും അവൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു അതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ റബ്ബു അല്ലാമിനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി. ഏതുപോലെ അള്ളാഹു ശരീരത്തിൻ്റെ റബ്ബാണോ, അതുപോലെ തന്നെ ആത്മാവിൻ്റെയും അവൻ റബ്ബാണ്, നാഥനാണ്. ഏതുപോലെ അവൻ ശാരീരിക ജീവിതം ഭൗതിക ജീവിതത്തിനായിട്ട് ഭൗതിക ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അത് ക്ഷണികമായ ശരീരത്തിന് വേണ്ടി, അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആ സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും പോഷണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അള്ളാഹു ഒരുക്കുന്നുണ്ട്. അതെന്താണ്? എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു തൻ്റെ അമ്പിയാക്കളെ അയക്കുന്നു, പ്രവാചകന്മാരെ അയച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനി പറയുന്നു ഈ ഈസ മാത്രമാണ് സത്യവാൻ എന്നല്ല, മറ്റെല്ലാവരും വ്യാജനാണ് എന്ന്. ഒരു യഹൂദി പറയുന്നു മൂസ മാത്രമാണ് സത്യൻ, മറ്റെല്ലാവരും വ്യാജനാണ് എന്നുള്ളത്. ഒരു ഹിന്ദു പറയുന്നു വെറും രാമനും കൃഷ്ണനും മാത്രമാണ് സത്യം, ബാക്കി എല്ലാവരും വ്യാജരാണ് എന്നുള്ളത്. എങ്ങനെ ഇവരുടെ ഈ കാര്യം വിശ്വസിച്ചാൽ പിന്നെ അള്ളാഹു റബ്ബുൽ ആലമീനായി തീരുകയില്ല. അവൻ വെറും ഒരു സമൂഹത്തിന് മാത്രം നാഥനായി തീരും. അള്ളാഹു റബ്ബുൽ ആലമീനായി തീരുന്നത് നാം ഇത് അംഗീകരിക്കുമ്പോഴാണ്. അതായത് അള്ളാഹു എല്ലാ ഉമ്മത്തിലും തൻ്റെ നബി അയച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വസിക്കുമ്പോഴാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ്റെ വാദം എന്ന് പറഞ്ഞ്, ഇൻ മിൻ ഉമ്മത്തിനില്ല ഖലാ ഫീഹ നസീർ. ഒരു ഉമ്മത്തും തന്നെ ഇല്ല അതിൽ
അള്ളാഹു നബി അയക്കാത്ത ഒരു സമൂഹം കഴിഞ്ഞ് കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് മുഴുവൻ ലോകവും അവൻ അതിൻ്റെ ഭൗതികമായ പരിപോഷണം നടത്തുന്നതോടൊപ്പം തന്നെ അവരുടെ ആത്മീയമായിട്ടുള്ള പോഷണം അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയ നിലനിൽപ്പിനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ആത്മീയ പോഷണം എന്ന് പറയുന്നത്, ആ ആത്മജീവിതം എന്ന് പറയുന്ന നിലനിൽപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ സംവിധാനം ഈ കാലഘട്ടത്തിലും അവന് സ്ഥാപിച്ചിട്ടുണ്ട്. അത് അവൻ തൻ്റെ ദാസനെ ഈ കാലഘട്ടത്തിൽ നബിയായി അയച്ചിരിക്കുന്നു. അതാണ് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി മസിഹ് മൗഊദ് വ മഹ്ദി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനം അനുസരിച്ച്, വിശുദ്ധ ഖുർആൻ്റെ പ്രവചനം അനുസരിച്ച് ഈ കാലഘട്ടത്തിൽ മസീഹ് മഹ്ദിയായിക്കൊണ്ട് ആഗതരായത്. അവിടുന്ന് ഉമ്മത്തി നബിയാണെന്ന വാദം പുറപ്പെടുവിക്കുകയുണ്ടായി. അവിടുന്ന് പറയുകയാണ്, എനിക്ക് ലഭിച്ചതെല്ലാം തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പരിപൂർണമായി അനുധാവനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പരിപൂർണമായ സ്നേഹം പുലർത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിതെല്ലാം ലഭിച്ചത്. അവസാനം ഞാൻ പറയട്ടെ, അള്ളാഹുവിൻ്റെ സിഫത്ത് റുബിയത്ത് എന്ന് പറയുന്നത് അത് മനുഷ്യ ജീവിതത്തോട് ആഴത്തിലുള്ള ബന്ധം അതിനുണ്ട്. നീണ്ട ഒരു ദീർഘമായ ബന്ധമുണ്ട്. എന്നു മുതൽ അള്ളാഹു മനുഷ്യ സൃഷ്ടിച്ചുവോ അന്നു മുതൽ ഇന്ന് വരെ അത് മനുഷ്യൻ്റെ ഓരോ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ എല്ലാ ആവശ്യങ്ങളും അവൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, വ ഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മാലൂം. ഓരോ വസ്തുവിൻ്റെയും ഖജനാവ് നമ്മുടെ കയ്യിലുണ്ട്. എന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സന്ദർഭോചിതമായിട്ട് നാം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ, അത് നാം ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൂ. അത് ഖലീദ് മുസീർ റാബി റഹ്മത്തുള്ളാഹി തആല അരുളി ചെയ്യുന്നു, മനുഷ്യൻ്റെ ഒരുപാട് ആവശ്യങ്ങളിൽ ഒരു ആവശ്യം, അവൻ്റെ ഊർജത്തിൻ്റെ ആവശ്യം, അവൻ എത്രമാത്രം അത് അള്ളാഹു എങ്ങനെയാണോ അത് അള്ളാഹു നിവർത്തിച്ചത് അത് ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹു മനുഷ്യനുമായിട്ട് എന്തൊരു ബന്ധമുണ്ട് എന്നുള്ളത്, അത് മറ്റെല്ലാ ബന്ധത്തെക്കാളും അള്ളാഹുവിന് മനുഷ്യനുള്ള ബന്ധത്തെ അത് നിഷ്പ്രഭമാക്കുന്നു. മനുഷ്യനൊരു കാലത്ത് മരം കൊണ്ടാണ് തൻ്റെ ഊർജത്തിൻ്റെ, പിന്നെ അവൻ്റെ യുക്തി വളർന്നപ്പോൾ അവന് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അവൻ ഉപയോഗിച്ചു. അപ്പോൾ അള്ളാഹു അവന് കൽക്കരി നൽകി, അവൻ്റെ ബുദ്ധി വീണ്ടും വികസിച്ചു. എത്രമാത്രം എന്നാൽ അവൻ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ, അപ്പോൾ അവന് എണ്ണ നൽകിയുണ്ട്, പെട്രോള്, പിന്നെ എണ്ണയുടെ ഊർജം അതും മതിയായി വന്നപ്പോൾ അതിൽ നിന്ന് അതിനേക്കാൾ കൂടുതലധികം ഊർജം ആവശ്യം വേണ്ടി വന്നപ്പോൾ ആണവോർജത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്തു. ഇതൊരു യാദൃച്ഛികമല്ല. ഹുസൂർ പറയുന്നു, ഇത് ഓരോ കാലഘട്ടത്തിലും ഇത് അള്ളാഹു അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വലിയൊരു അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ ഒരു ഔദാര്യമാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തൊട്ട് അവൻ്റെ ഊർജത്തിൻ്റെ അത് ലഭ്യമാക്കിക്കൊണ്ടേയിരുന്നു. മനുഷ്യൻ്റെ ബുദ്ധി വളരുന്നതിനനുസരിച്ച് അള്ളാഹു പ്രകടമാക്കിക്കൊണ്ടേ പോയി. അള്ളാഹു മനുഷ്യനത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. മറ്റൊരു ടെലിഫോൺ കോൾ ഉണ്ട്. ചെന്നൈയിൽ നിന്ന് മുക്കറം സലീം അഹമ്മദ് സാഹിബ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. വന്നാലും അദ്ദേഹത്തിന് ചോദ്യം നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലീം അഹമ്മദ് സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ദാരിയാത്തിൽ ആയത്ത് നമ്പർ അള്ളാഹ് പറയുന്നു, നമ്മളെ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മലക്കുകൾക്കും ടെസ്റ്റ് ഉണ്ടോ? ജസാക്കുമുല്ലാ. മുത്തൽ മുജിൽ സാഹിബിനോട് ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ 50-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു എല്ലാ സൃഷ്ടികളെയും അത് ഇണകളായിട്ടാണ്. അപ്പോൾ അതിന് ചോദ്യം, ഈ മലക്കുകൾ അതും ഇണകളായിട്ടാണോ സൃഷ്ടിച്ചിരിക്കുന്നത്? ജസാക്കുമുല്ലാ. വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് ഇവിടെ അസാരിയാത്തിൻ്റെ ആയത്ത് നമ്പർ 50, വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈൻ, ആ ഓരോ വസ്തുവിനെയും നമ്മൾ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മലക്കുകളും ഇങ്ങനെ ഇണകളായിട്ടും സൃഷ്ടിച്ചിട്ടുള്ള എന്ന ചോദ്യമുണ്ടല്ലോ.
അത് സംബന്ധിച്ച് ഖുറാനും ഹദീസും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മലക്കുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാനിൽ ഒരു പരാമർശവും നമുക്ക് ലഭിക്കുന്നില്ല. അത് ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ ഇത് നേരെ വിപരീതമായിട്ട് വിശുദ്ധ ഖുറാനിൽ നമുക്ക് മനസ്സിലാവുന്നത് എതിരാളികളുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹു വിവരിക്കുകയുണ്ടായിട്ടുണ്ട്. അവർ മലക്കുകളെ സ്ത്രീകളാക്കിയിരിക്കുന്നു. ഇനാസാത്ത് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവർ മലക്കുകളെ അള്ളാഹുവിൻ്റെ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ബന്ധകൾ, അള്ളാഹുവിൻ്റെ ദാസന്മാരായ മനുഷ്യനെ പോലെ തന്നെ അവരും ദാസരാണ്. യഫ്അലൂന മാ യുഅ്മറൂൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അവർക്കും അള്ളാഹുവിൻ്റെ നല്ല കൽപ്പനകൾ ഉണ്ടാവാറുണ്ട്. അതവർ പ്രാവർത്തികമാക്കുന്നു, അതവരനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഈ മലക്കുകളെ സംബന്ധിച്ച് എതിരാളികളുടെ ഈ വിശ്വാസം സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അവർ മലക്കുകളെ സ്ത്രീകളാക്കിയിരിക്കുന്നു, അതായത് സ്ത്രീ ആക്കിയിരിക്കുന്നു. ഈ രീതിയിൽ അള്ളാഹു ഇതിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് മലക്കുകളിൽ സ്ത്രീ പുരുഷൻ എന്നുള്ള സംഗതികളില്ല. മലക്കുകൾ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ ദാസരാണ്. എന്നാൽ അവരുടെ ഉള്ളിൽ സ്ത്രീലിംഗം പുല്ലിംഗം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് അവർ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇതിന് അള്ളാഹു അതിൽ ഖണ്ഡിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളുമായി ബന്ധപ്പെട്ട് വിവരിച്ചിട്ടുള്ളത് ഖുലിഖത്തിൽ അല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഖുലിഖത്തുൽ മലായികത്തു മിൻ നൂറിൻ എന്നുള്ളതാണ്. മലക്കുകൾ എന്ന് പറയുന്നത് നൂറിൽ നിന്നാണ്, പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മലക്കുകൾ വാസ്തവത്തിൽ അത് നൂറാനിയായിട്ടുള്ള അസ്തിത്വമാണ്. അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് തന്നെയാണ് വിവരിച്ചിട്ടുള്ളത്. മലക്കുകൾ അത് ആത്മീയ അസ്തിത്വങ്ങളാണ്. അവർ ഭൗതിക വസ്തുക്കളല്ല, അവർക്ക് ഒരു ശരീരമില്ല. അവർ ആത്മീയ സൃഷ്ടികളാണ്, നൂറാനിയായിട്ടുള്ള വസ്തുക്കളാണ്. ഹദീസുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളിലെല്ലാം അത് മനുഷ്യൻ്റെ രൂപത്തിൽ വരാറുണ്ട്. നബി ഹദീസുകളിലും നമുക്ക് ഇതിനെ സംബന്ധിച്ച് അറിവ് ലഭിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മുസ്ലിമിൻ്റെ ഒരു ഹദീസിൽ ഞാൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു തിരുമേനി വളരെ വ്യക്തമായി പറയുകയുണ്ടായി, ഖുലിഖത്തുൽ മലായികത്തു മിൻ നൂറിൻ, മലായിക്കുകളെ നൂറിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ തത്വം പറഞ്ഞിരിക്കുന്നു. ഓരോ വസ്തുവിനെയും ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നത് അത് വാസ്തവത്തിൽ ഭൗതികമായ വസ്തുക്കളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പ്രപഞ്ചത്തിൽ എത്ര ഭൗതിക വസ്തുക്കളുണ്ടോ, ഏതൊക്കെ വസ്തുക്കളുണ്ടോ അവയെ സംബന്ധിച്ചാണ് അള്ളാഹു ഈ തത്വം വിവരിച്ചിട്ടുള്ളത്. മലക്കുകൾ ഭൗതിക വസ്തുക്കളല്ലല്ലോ, അത് റുഹാനി ആത്മീയമായ വസ്തുക്കളാണ്. അതുകൊണ്ട് അവർക്ക് ഈ തത്വം അവർക്ക് ബാധകമല്ല. അതിനാൽ ഈ ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, മലക്കുകൾ എന്ന് പറയുന്നത് ഈ ആയത്തിനെ നമുക്ക് വെക്കാൻ സാധ്യമല്ല. ഇതിൻ്റെ അടുത്ത ചോദ്യം മൗലാന അത്താഉൽ മുജീബ് ലോൺ സാഹിബിനോടാണ്. അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളുടെ മൊത്തമായ സങ്കല്പം മനുഷ്യൻ്റെ ആത്മീയ അഭിവൃദ്ധിയിൽ എങ്ങനെയാണ് സഹായകമാകുന്നത്? അതിനെക്കുറിച്ച് അല്പം പറഞ്ഞാലും. ജസാക്കുമുള്ള. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഈ 4 എപ്പിസോഡ് അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങൾക്കുള്ള എപ്പിസോഡ് ഈ രാഹുദാൻ്റെ പരിപാടിയിൽ അതിൻ്റെ സംക്ഷിപ്തമാണ് ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് 4 എപ്പിസോഡിൻ്റെ ഉള്ള ഈ പരിപാടി അതിൻ്റെ സംക്ഷിപ്തവും ഈ ചോദ്യത്തിൽ വരുന്നുണ്ട്. എന്തിനാണ് ഇതെല്ലാം പറഞ്ഞതെന്നുള്ളത്, അള്ളാഹുവിൻ്റെ ഈ സവിശേഷ ഗുണങ്ങളുടെ ഈ പരാമർശം എന്തിനാണ് നാം നടത്തിയത്, അതിൻ്റെ സംക്ഷിപ്തമാണിത്. അതിൻ്റെ സംക്ഷിപ്തം ആ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളുടെ പരിപൂർണമായിട്ടുള്ള അനുമാനം, സങ്കല്പം, അതിനെ പരമായിട്ടുള്ള മനസ്സിലാക്കൽ, അത് മനുഷ്യൻ്റെ ആത്മീയ അഭിവൃദ്ധിക്ക് വളരെയധികം അനിവാര്യമായിട്ടുള്ളതാണ്. നാം പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ ആത്മീയ അഭിവൃദ്ധി അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളുടെ ജ്ഞാനമില്ലാതെ സംഭവിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അതിശയോക്തിയല്ല. മനുഷ്യൻ്റെ ആത്മീയ അഭിവൃദ്ധിക്കായി അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളുടെ പരിപൂർണമായ അനുമാനം അത് മനസ്സിലാക്കേണ്ടത് വളരെയധികം എങ്ങനെയാണത് ഉണ്ടാകുന്നത്, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം അനിവാര്യമാണ്. മനുഷ്യൻ ആത്മീയ അഭിവൃദ്ധി ആരാധനകളും മൂലം കൈക്കലാക്കുന്നുവെങ്കിൽ അതിന് കാരണം അത്
അവർക്ക് മനസ്സിലാവുന്ന വളരെ നന്നായിട്ട്, അതായത് അള്ളാഹു ഏകനാണ്. അവൻ നമ്മുടെ സൃഷ്ടാവാണ്, നമ്മുടെ റബ്ബാണ്, അവൻ നമ്മുടെ ഉടമസ്ഥനാണ്. ഈ സവിശേഷ ഗുണങ്ങളുടെ ജ്ഞാനം ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. കാരണം അവന് അറിയാം അവനല്ലാതെ മറ്റാരും ആരാധനയ്ക്ക് അർഹനില്ല എന്നുള്ളത്. അവനെ ആരാധിക്കുമ്പോൾ, അവനോട് ദുആ ചെയ്യുമ്പോൾ, അവനോട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ തൽഫലമായിട്ട് അവന് ആത്മീയമായ അഭിവൃദ്ധി ലഭിക്കുന്നു. അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളുടെ ഫലമായിട്ടാണ് അവന് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. പിന്നീട് മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ അവരുടെ സഹതാപം പ്രകടിപ്പിക്കുന്നു, അവരുടെ കാരുണ്യം പ്രകടിപ്പിക്കുന്നു, അവരുടെ അവകാശങ്ങൾ നൽകുന്നു. ഇതും അവൻ്റെ ആത്മീയ അഭിവൃദ്ധിയുടെ കാരണമാണ്. കാരണം അത് അള്ളാഹുവിൻ്റെ ഈ സവിശേഷ ഗുണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു അനുകമ്പ ഉള്ളവനാണ്, അള്ളാഹു കാരുണ്യം ചെയ്യുന്നവനാണ്, അള്ളാഹു സ്നേഹിക്കുന്നവനാണ്, അവൻ്റെ കാരുണ്യം എല്ലാത്തിനും മേലുണ്ട്. അള്ളാഹു പറയുന്നത് പോലെ റഹ്മത്തി വസിയത്തു കുല്ല ഷൈഇൻ, എൻ്റെ കാരുണ്യം എല്ലാത്തിലും മേലെയുണ്ട്. മനുഷ്യനും അതുപോലെ തന്നെ മറ്റ് ജീവികളിലും എല്ലാത്തിലുമുണ്ട്. ഈ സവിശേഷ ഗുണങ്ങളിലേക്കുള്ള ജ്ഞാനമുള്ളത് കൊണ്ടാണ് അത് ശരിക്കും മനസ്സിലുണ്ടാകാത്തത് വരെ അതുവരെ അള്ളാഹുവിൻ്റെ ദാസരുടെ അവകാശങ്ങൾ ശരിയായ നിലയിൽ അവകാശങ്ങൾ നൽകാൻ മനുഷ്യന് സാധിക്കില്ല. ആ രീതിയിൽ അവൻ അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളുടെ ജ്ഞാനം ലഭിക്കുമ്പോൾ അതിൽ തൽഫലമായിട്ട് അവൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള അനുഭവം പ്രകടിപ്പിക്കുന്നു, അവൻ്റെ അവകാശങ്ങൾ നൽകുന്നു. നിശ്ചയമായും അത് അവൻ്റെ അഭിവൃദ്ധിക്ക്, ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമായിരുന്നു. അവൻ്റെ ധാർമ്മിക ഗുണങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു, അവൻ്റെ ധാർമ്മിക നിലവാരവും ഉയരുന്നു, ആത്മീയതയും വർദ്ധിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ നാമം അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിനെ ആ നാമങ്ങൾ മുഖേന നിങ്ങൾ വിളിക്കുക. ഈ നാമം എന്താണ്? അത് അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളാണ്. നാം അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കിക്കൊണ്ട് ആ സിഫാത്ത്, ആ സവിശേഷ ഗുണങ്ങളെ പേരെടുത്തുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കുന്നതായിരിക്കും. തൽഫലമായി നമ്മുടെ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, സിബഗത്ത് അല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബഗ. അള്ളാഹുവിൻ്റെ ആ വർണ്ണം, അള്ളാഹുവിൻ്റെ വർണ്ണത്തിൽ നിന്ന് ഉത്തമമായിട്ടുള്ള മറ്റെന്ത് വർണ്ണമാണുള്ളത്? അള്ളാഹുവിൻ്റെ വർണ്ണം എന്ന വാക്ക് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളെക്കാൾ ഉത്തമമായിട്ടുള്ള ഏത് സവിശേഷതകളാണ് ഉള്ളത്? അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ സവിശേഷ ഗുണം, വിശുദ്ധ ഖുർആനിൽ ആയത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ ഏറ്റവും ഉത്തമമായ സവിശേഷ ഗുണം അത് അള്ളാഹുവിൻ്റെതാണ്. ആ സവിശേഷ ഗുണങ്ങളെ സ്വാംശീകരിക്കുക, അതിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, ഇതാണ് നമ്മുടെ ആത്മീയ അഭിവൃദ്ധിയുടെ ജാമ്യം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറയുകയുണ്ടായി, തഖല്ലഖൂ ബി അഖ്ലാഖില്ല. അള്ളാഹുവിൻ്റെ അഖ്ലാഖ്, അതായത് സ്വഭാവത്തെ നിങ്ങൾ സ്വാംശീകരിക്കുക. അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളാണ് അള്ളാഹുവിൻ്റെ സ്വഭാവം. അവൻ ഗഫൂറാണ്, പുറത്തു കൊടുക്കുന്നവനാണ്, അത് അവൻ്റെ സിഫത്താവുന്നു, അവൻ്റെ സ്വഭാവമാണ്. അവൻ റഹീമാണ്, കാരുണ്യം ചെയ്യുന്നവനാണ്, ഇത് അവൻ്റെ സ്വഭാവവും സവിശേഷ ഗുണവുമാണ്. അവൻ ഗഫൂവാണ്, പുറത്തു കൊടുക്കുന്നവനാണ്, ഇത് അവൻ്റെ സ്വഭാവവും സവിശേഷ ഗുണവുമാണ്. അവൻ ഹലീമാണ്, ഇന്നത്തെ പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ സഹനശീലനാണ്, ഇതും അവൻ്റെ സവിശേഷ ഗുണവും സ്വഭാവമാണ്. അവൻ സമീപസ്ഥനാണ്, മറുപടി നൽകുന്നവനാണ്, അതും അവൻ്റെ സവിശേഷ ഗുണങ്ങളാണ്, അവൻ്റെ സ്വഭാവമാണ്. ഈ സ്വഭാവങ്ങളെ സ്വാംശീകരിക്കുന്നതിന് വേണ്ടിയാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ സ്വഭാവങ്ങളെ നിങ്ങൾ സ്വാംശീകരിക്കുക. എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ധാർമ്മിക ഗുണങ്ങളും സവിശേഷ ഗുണങ്ങളും നിങ്ങൾ സ്വാംശീകരിക്കുമ്പോൾ അതാണ് നിങ്ങളുടെ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. മറ്റൊരു മാർഗവുമില്ല. മറ്റൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ലില്ലാഹി തിസ്അത്തും വതിസ്ഈന ഇസ്മൻ ഫമൻ അഹ്സാഹ ദഖലൽ ജന്ന. അതായത് അള്ളാഹുവിൻ്റെ 99 പേരുകളുണ്ട്, നാമങ്ങളുണ്ട്, 99 സവിശേഷ ഗുണങ്ങളുണ്ട്. മൻ അഹ്സാഹ, ആരാണോ അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവൻ ജന്നത്തിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാമ്യം നൽകിയിരിക്കുന്നു. ആരാണോ ഈ സവിശേഷ ഗുണങ്ങളെ
എണ്ണപ്പെടുത്തുക. അതായത് ഐ സിഫാത്ത്, ഈ സവിശേഷ ഗുണങ്ങളനുസരിച്ച് തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത്, അത് സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നത്, അതിനെ അനുസൃതമായി തങ്ങളുടെ കർമ്മങ്ങളാക്കുന്നത്, തൽഫലമായി അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അനിവാര്യമായി തീരുന്നു. സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആത്മീയമായി അഭിവൃദ്ധിപ്പെടുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, ഉന്നതമായ നിലവാരത്തിലെത്തുന്നവർ. ആത്മീയമായി അവരുടെ സൽക്കർമ്മങ്ങൾ ഉന്നതമായിരിക്കും നിലയിലുള്ളവരായിരിക്കുന്നത്, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും, അവർക്കാണ് അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അവരുടെ മാർഗമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ഈ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അള്ളാഹുവിൻ്റെ ഈ സവിശേഷ ഗുണങ്ങൾ ഈ പ്രോഗ്രാമുകളിൽ നാം പറഞ്ഞിട്ടുള്ളതെല്ലാം, പരാമർശിക്കപ്പെട്ടതെല്ലാം, അതിൻ്റെ ഉദ്ദേശം, ഇവിടെ പരാമർശിക്കുന്ന ഉദ്ദേശം ആ സവിശേഷ ഗുണങ്ങളെ നാം എങ്ങനെയാണ് സ്വാംശീകരിക്കേണ്ടത് എന്നുള്ളതാണ്. അനിവാര്യമായിട്ടുള്ള കാര്യം, നാം അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളെ പരിപൂർണമായി നമുക്ക് അനുകരിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ തശ്ബീഹ് സിഫത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതിനെ നമുക്ക് സ്വാംശീകരിക്കാം, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താം, അതിനനുസരിച്ച് നമ്മുടെ ധാർമ്മിക ഗുണങ്ങളെ ചിട്ടപ്പെടുത്താം. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആത്മീയമായിട്ടുള്ള അഭിവൃദ്ധി നമുക്കുണ്ടാകുന്നു. അവസാനമായി ഞാൻ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഉദ്ധരണി ഇത് സംബന്ധമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ ആയത്ത് സിബഗത്ത് അല്ലാഹി വമൻ അഹ്സന മിനല്ലാഹി സിബഗ എന്ന ആയത്ത് പറയുകയുണ്ടായി. അത് സംബന്ധിച്ച് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, സിബഗത്ത് അല്ലാഹി എന്നതിൻ്റെ ഒരർത്ഥം നിങ്ങൾ അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക. അതായത് എപ്പോഴും അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് ശ്രമിക്കുക. എന്താണ് നിങ്ങൾ അത് അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളുടെ പ്രതിരൂപമായിട്ടുണ്ടോ എന്നുള്ളത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ ദൈവിക സവിശേഷ ഗുണങ്ങളുടെ പ്രതിരൂപമാകുന്നതായിട്ടാണ്. അതിനുവേണ്ടി അതിനുള്ള ആ ഒരു കഴിവ് അവൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും പറയുന്നു, അള്ളാഹുവിൻ്റെ രൂപത്തിൽ ആദമിനെ സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. ഒരു ഹദീസിലുണ്ട്, അതായത് ആദമിനെ അള്ളാഹുവിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചെന്ന്. അതിൻ്റെ വിശദീകരണം പറഞ്ഞുകൊണ്ട് പറയുന്നു, അതിനുള്ള ഉദ്ദേശം അള്ളാഹു ആദമിൽ സിഫാത്തെ ഇലാഹിയ ദൈവിക ഗുണങ്ങളെ പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു. ആർക്കും തന്നെ പറയാൻ സാധ്യമല്ല, ഞാൻ ഈ സവിശേഷ ഗുണങ്ങളെ എൻ്റെ അസ്തിത്വത്തോടെ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അള്ളാഹു സത്താറാണ്, അതുപോലെ മനുഷ്യൻ സത്താറാകാം. അള്ളാഹു ഷുക്കൂർ ആയതുപോലെ മനുഷ്യനും ഷുക്കൂറിനാകാൻ സാധിക്കും. അള്ളാഹു വഹാബ് ആയതുപോലെ മനുഷ്യനും വഹാബിനാകാൻ സാധിക്കും. അള്ളാഹു റസാഖ് എന്നതുപോലെ മനുഷ്യനും റസാഖ് തൻ്റെ പരിമിതിയിൽ റസാഖാൻ സാധിക്കുന്നതാണ്. വീണ്ടും പറയുന്നു, യഥാർത്ഥത്തിൽ ഇസ്ലാമിക അധ്യാപനമനുസരിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളെ പ്രതിരൂപം ആയിക്കൊണ്ട് അള്ളാഹുവുമായുള്ള സാമ്യം ഉണ്ടാക്കുന്നവനാണ്, അവൻ്റെ വർണ്ണത്തിൽ വർണ്ണിതനാവുന്നവർക്കാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളുടെ പരാമർശം. അതിൻ്റെ സംക്ഷിപ്തം ഇതാണ്. അതിൻ്റെ ഇവിടെ പരാമർശിക്കുന്ന കാരണവും ഇത് തന്നെയാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളിൽ അള്ളാഹുവിൻ്റെ വർണ്ണത്തിൽ വർണ്ണിതനാവുന്നതാണ്. അള്ളാഹുവിൻ്റെ സ്വഭാവത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അത് തൽസംബന്ധമായി നമ്മുടെ ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുന്നതാണ്. ജസാക്കുമുല്ലാഹു തആല ഹസ്നൽ ജസാ. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി കൂടി കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ ദൈവത്തിൽ അസംഖ്യം അത്ഭുതങ്ങളുണ്ട്. സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി അവൻ്റേതായി തീർന്നവൻ മാത്രമാണ് അത് കാണുന്നത്. അവൻ്റെ ശക്തി പ്രഭാവങ്ങളിൽ വിശ്വസിക്കാത്തവരുടെയും അവനോട് സത്യസന്ധതയും വിശ്വസ്തതയും കാണിക്കാത്തവരുടെ മേൽ അവൻ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുകയില്ല. സർവശക്തനായൊരു ദൈവമുണ്ടെന്ന് ഇനിയും അറിഞ്ഞിട്ടില്ലാത്തവൻ എത്രമാത്രം ഭാഗ്യദോഷിയാണ്. നമ്മുടെ സ്വർഗം നമ്മുടെ ദൈവമത്രേ. നമ്മുടെ ഉന്നതമായ ആനന്ദാനുഭൂതികൾ നമ്മുടെ ദൈവത്തിങ്കലാകുന്നു. എന്തുകൊണ്ടെന്നാൽ നാം അവനെ കണ്ടിരിക്കുന്നു, എല്ലാ സൗന്ദര്യങ്ങളും അവനിൽ കണ്ടെത്തിയിരിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടാലും സ്വന്തമാക്കേണ്ട സമ്പത്താണ് അവൻ. ജീവനും സർവസ്വവും നഷ്ടപ്പെട്ടാൽ ലഭ്യമാകൂ എന്ന് വന്നാലും വില കൊടുത്തു വാങ്ങേണ്ട രത്നമാകുന്നു അവൻ. അല്ലയോ ഹതഭാഗ്യരെ, ഇതാ ഈ നിർദ്ദരിലേക്ക് ഓടിയെടുക്കുവിൻ. ഇത് നിങ്ങളെ സംതൃപ്തിയുള്ളതാക്കി തീർക്കും. നിങ്ങളെ രക്ഷിക്കുന്ന ജീവിത സ്രോതസ്സാണ്. ഞാൻ എന്തു ചെയ്യാനാണ്? ഈ സന്തോഷ വാർത്ത ഹൃദയങ്ങളിൽ കുടിയിരുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാ നിങ്ങളുടെ ദൈവം എന്ന് ഏത് ചെണ്ട കൊട്ടിയാണ് ഞാൻ വിളംബരം ചെയ്യേണ്ടതാണ്? ഞാൻ
ലോകർ കേൾക്കുമാറാകാൻ അവരുടെ കാതുറപ്പിക്കാൻ ഏത് ഔഷധം കൊണ്ടാണ് ഞാൻ ചികിത്സിക്കേണ്ടത്? ക്രിസ്ത്യനോ റുഹാനി ഖസാൻ വാള്യം 19 പേജ് 21-22. പ്രേക്ഷകരെ, ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹു തആല ഭായിൽ പുതിയൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഹാജരാകുന്നതാണ്. അതുവരെ ഞങ്ങൾക്ക് വേണ്ടി അനുമതി തന്നാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया